ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 3-ാം വാരം ചൊവ്വാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക 2 പുത്രന്മാരുടെ ഉപമയാണ്. ഈ പുത്രന്മാരുടെ ഉപമയിലൂടെ യേശു തൻ്റെ ജനത്തെ പഠിപ്പിക്കുക, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ഏത് ഉത്തരവാദിത്തങ്ങളാണോ, പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമ്മൾ യേശുവിൻ്റെ വചനങ്ങൾ, സുവിശേഷങ്ങൾ കേൾക്കുകയും ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന ആ വലിയൊരു ഉത്തരവാദിത്തത്തെ ജ്ഞാനസ്നാനത്തിലൂടെ നാം സ്വീകരിച്ച യേശുവിൻ്റെ മക്കളെന്ന ആ സ്ഥാനം നമ്മൾ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം, അത് നിറവേറ്റുക ആണ് നമ്മളുടെ ആദ്യത്തെ കടമ. ആ കടമ നമ്മൾ വിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യണമെന്ന് ഇന്നത്തെ ഈ ഉപമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, 2 പുത്രന്മാരാണ്. ആദ്യത്തെ പുത്രൻ തൻ്റെ പിതാവ് തോട്ടത്തിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് എതിർക്കുകയും എന്നാൽ പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് പോകാമെന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ പുത്രനാകട്ടെ പോകാമെന്ന് പറയുകയും എന്നാൽ പോകാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ 2 പുത്രന്മാരും നമുക്ക് കാണിച്ചു തരുന്നത് 2 മാതൃകകളാണ്. ഒന്ന്, പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുന്ന പാപികളെയും അതുപോലെ തെറ്റുകളിലൂടെ നടന്നു നീങ്ങിയവരെയുമാണ്. രണ്ടാമത്തെ പുത്രനാകട്ടെ ചെയ്യാമെന്ന് പറയുകയും എന്നാൽ ചെയ്യാതിരിക്കുകയും ആ തെറ്റിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു കൂട്ടം ജനത്തെയുമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവരായ നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. തിരുപ്പിറവി കാലത്തിലേക്കൊക്കെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യത്തെ പുത്രനെ പോലെ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധിയിലേക്കും ദൈവത്തിൻ്റെ പുത്രൻ എന്ന ആ ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച ആ പദവി നമ്മൾ മലിനപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. അതിലൂടെ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.